കൊച്ചിയിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയുള്ള ഡാൻസ് പരിപാടിക്കിടെ ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ 24 കിട്ടി. വേദിയിൽ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. യുടെ നിർമ്മാണത്തിൽ നല്ല അപാകതകൾ ഉണ്ടായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് ഈ വീഡിയോ കൂടി പുറത്തു വന്നതിന് ശേഷം? ആ വേദിയിൽ അടിമുടി അപാകതകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഉമാ തോമസിന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതായത് ആ കസേര 1.5 മീറ്ററാണ് സ്റ്റേജിന്റെ വലിപ്പമുണ്ടായിരുന്നത്. അതിൽ 2 നിരയായി കസേരയിടുന്നു. അതിൽ ഏറ്റവും മുന്നിലത്തെ ഒരു കസേരയിൽ ഇരിക്കുന്നു. അപ്പുറത്തെ കസേരയിലേക്ക് മാറിയിരിക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് ഉമാ തോമസ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടക്കുന്നത്. അതിനിടയിൽ അവരുടെ കാല് എവിടെയോ തട്ടുന്നതായി ആ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം ഈ വീഴാൻ പോകുന്ന ഘട്ടത്തിൽ ആ കൈവരി, റിബൺ കെട്ടിയിരിക്കുന്ന കൈവരിയിൽ അവർ വലിയ പ്രതീക്ഷയോടെ, അതായത് അവിടെ ഒരു കൈത്താങ് ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ ആ കൈവരിയിൽ പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കൈവരി ഉൾപ്പെടെ മറിഞ്ഞ് ഉമാ തോമസ് നിലത്തേക്ക് വീഴുകയായിരുന്നു. നേരത്തെ ഫയർഫോഴ്സും പൊതുമരാമത്ത് വകുപ്പും കോർപ്പറേഷനും GCDയും ഒക്കെ പറഞ്ഞ കാര്യം അത് ശരിവെക്കുകയാണ്. ആ സ്റ്റേജിന് ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാൻ ഈ സംഘാടകർക്ക് സാധിച്ചിട്ടില്ല. നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ സാംസ്കാരിക മന്ത്രി അടക്കമുള്ള ആളുകൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ നിരയുണ്ടായിട്ടാണ് ഇത്തരത്തിലൊരു സ്റ്റേജ് അവരൊരുക്കിയത്. ഈ സ്റ്റേജിന് ഗുരുതരമായ ഉണ്ട് എന്നാണ്. എന്തുകൊണ്ട് ഈ സ്റ്റേജുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പോലീസ് നടത്തിയില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിന് പോലീസാണ് മറുപടി പറയേണ്ടത്. ഇതിനോടകം തന്നെ ഫയർഫോഴ്സും പൊതുമരാമത്ത് വകുപ്പും എല്ലാം സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സംഘാടകർ പരാജയപ്പെട്ടുവെന്ന്. അത് തന്നെയാണ് ഈ ഉമാ തോമസിന് ഇത്രയും വലിയൊരു അപകടം പറ്റാനുള്ള കാരണം. മറ്റൊരു കാരണവും നമുക്ക് ഈ ഘട്ടത്തിൽ കാണിക്കാനില്ല. അവർ ഈ കൈവരി ഒരുപക്ഷെ ഒരു ബാരിക്കേഡ്, സ്റ്റീൽ കൊണ്ടുള്ള ബാരിക്കേഡ്, അവിടെ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ബാരിക്കേഡുകളാണ് സ്റ്റേജുകളിൽ തീർക്കാറുള്ളത്. ഈ പ്രത്യേകിച്ച് ഉയരങ്ങളിൽ സ്റ്റേജ് കെട്ടുമ്പോൾ അവിടെ ബാരിക്കേഡ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ പൈപ്പുകൾ കൊണ്ടോ കൃത്യമായി ബോൾട്ട് ചെയ്ത് സജ്ജീകരിക്കാറുണ്ട്. ഇവിടെ അത്തരത്തിലൊരു സജ്ജീകരണവും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ കസേര, മുൻനിരയിലെ കസേരയും ഈ ബാരിക്കേഡ് എന്ന് അവർ പറയുന്ന ഈ സംഭവം തമ്മിലുള്ള ദൂരം ഏകദേശം 3 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ മാത്രമാണ്. ഒരാൾക്ക് അവിടെ കഷ്ടിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. അതിലൂടെയാണ് ഉമാ തോമസ് നടക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അവർക്ക് അപകടം സംഭവിച്ചത്. കൃത്യമായൊരു വീഴ്ച അല്ലെങ്കിൽ ഗുരുതരമായൊരു വീഴ്ച ഈ സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസ് ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെങ്കിൽ അത്തരം വകുപ്പുകൾ കൂടി ചുമത്തണം എന്നാണ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകൾ സമാനമായ പരാതി പറയുന്നുണ്ടായിരുന്നു. ആ പരാതിയിന്മേലാണ് നിലവിൽ നടപടി ഉണ്ടാകേണ്ടത്. DGP അടക്കമുള്ള ആളുകൾക്ക് വകുപ്പുകൾ ചുമത്തണം കാട്ടി നൽകിയിട്ടുണ്ട്. ആ പരാതി കൃത്യമായ ഇടപെടൽ ഈ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് നടപ്പാക്കാൻ പോലീസ് തയ്യാറാകണം. പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. പുട്ടകുമിലാദിത്യ അടക്കം തൊട്ടപ്പുറത്ത് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ വലിയൊരു അപകടമാണ്. വലിയ ഒരു മുൻകരുതലും ഈ ഭാരവാഹികൾ എടുത്തിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒട്ടും നടക്കാൻ സ്ഥലമില്ലായിരുന്നു. മാത്രമല്ല, അവിടെ പിടിക്കാനൊരു കൈവരിയും ഒന്നും അവർ കരുതിയിരുന്നില്ല. ഇത്തരമൊരു കുറേ VIP ക്ഷണിച്ചു വരുത്തി വേദിയിലിരുത്താൻ താല്പര്യം കാണിച്ച ഭാരവാഹികൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയത് നമുക്കറിയില്ല.